ഒമാനിലൂടെയുള്ള സഞ്ചാരത്തിൽ ഞാനിപ്പോൾ സൊഹാർ എന്ന പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ചു നേരമായി ഈ പട്ടണത്തിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട്. ഇവിടെ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് സൂക്ക് ഉണ്ടെന്നറിയാം. ഗേറ്റ് കണ്ടപ്പോൾ അത് ഇത് തന്നെയാണെന്ന് മനസ്സിലായി. എന്നോടൊപ്പം സുഹൃത്ത് ഡോക്ടർ ഷാഫിയുണ്ട്. അദ്ദേഹമാണ് വണ്ടി ഓടിക്കുന്നത്. ഡോക്ടർ ഷാഫിയുടെ കാറിൽ ഇന്ന് അതിരാവിലെ ദുബായിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഞങ്ങൾ ഹാൻഡിക്രാഫ്റ്റ്സ് വില്ലേജിനകത്തൊന്ന് കയറാമെന്ന് തീരുമാനിച്ചു. കവാടം കടന്നു. വലിയൊരു ക്യാമ്പസാണ്. കരകൗശല വസ്തുക്കളുടെ ഒരു മാർക്കറ്റാണിത്. ഇപ്പോൾ നേരം 2:30 കഴിഞ്ഞിട്ടേയുള്ളൂ. ഈ സമയത്ത് ഇവിടെയൊന്നും ഒരാളും ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. സമ്മറിൽ ഇതാണ് അവസ്ഥ. സൂക്കിലെ സ്റ്റാളുകളെല്ലാം അടഞ്ഞുകിടക്കുന്നു. ഞങ്ങൾ ഇവിടേക്ക് വന്ന സമയം തീരെ ശരിയായില്ല. ചില ഉപകരണങ്ങൾ വരാന്തകളിൽ ഇരിപ്പുണ്ടെങ്കിലും കൂടുതൽ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. തണുപ്പ് കാലത്ത് ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമായിരിക്കണം. ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാവൽക്കാരനെ പോലും കണ്ടില്ല. ഞാൻ അതിനകത്തുകൂടിയെല്ലാം കുറേ നേരം നടന്നു. ഒടുവിൽ ഒരു കാര്യം മനസ്സിലായി. ഒന്നുകിൽ ഇത് പൂട്ടിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ വിന്ററിൽ ടൂറിസ്റ്റ് സീസണിൽ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. എന്നാൽ പിന്നെ ഇനി ഇറങ്ങിയേക്കാമെന്ന് തീരുമാനിച്ചു. 1999 പ്രവർത്തനം തുടങ്ങിയതാണ് ഈ ഹാൻഡിക്രാഫ്റ്റ്സ് സൂക്ക്. സൊഹാറിലും പരിസരങ്ങളിലുമുള്ള പരമ്പരാഗത കരകൗശല ജോലിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുമായി തുടങ്ങിയതാണ് ഈ മാർക്കറ്റ്. ഞങ്ങൾ വണ്ടിയിൽ കയറി അവിടെ നിന്നും പുറപ്പെട്ടു. വലിയ കവാടം കടന്ന് പുറത്തേക്കിറങ്ങി. ഇനി സൊഹാറിൽ വലിയ കാഴ്ചകളൊന്നുമില്ല. അതിനാൽ നേരെ മസ്കറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇവിടമെല്ലാം സൊഹാർ ഏരിയയാണ്. ഡോക്ടർ ഷാഫിയോട് നേരെ മസ്കറ്റിലേക്ക് വിട്ടോളാൻ ഞാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും ചായ കുടിക്കാമെന്നും. ഒമാനികളുടെ സമ്പന്ന വീടുകൾ, ധാരാളം സമ്പന്ന വീടുകൾ കാണാം. കണ്ടംപററി ശൈലിയിലുള്ളതാണ് മിക്കതും. എണ്ണയാണ് ഒമാൻ എന്ന രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്. എന്നാൽ ഒമാനികളിൽ കൂടുതലും കച്ചവടക്കാരാണ്. വലിയ തോതിലുള്ള കച്ചവടവും ചെറുകിട കച്ചവടവുമെല്ലാം ഇന്നാട്ടുകാർ ചെയ്യുന്നു. മത്സ്യം, ഈന്തപ്പഴം എന്നിവയാണ് ഏറ്റവും കൂടുതലായി ഇവർ വിദേശത്തേക്ക് അയക്കുന്നത്. ഈ സൊഹാർ പട്ടണത്തിന് സമീപകാലത്ത് പ്രസക്തമായ ഒരു പ്രാധാന്യമുണ്ട്. അറബ് വസന്തമെന്ന വിപ്ലവ പരമ്പര പല അറബ് രാജ്യങ്ങളെയും ഉലച്ചപ്പോൾ ഒമാനിൽ അത് ഏറ്റവും വലുതായി പ്രതിഫലിച്ചത് ഈ നഗരത്തിലാണ്. അന്ന് 2000 ആളുകൾ പങ്കെടുത്ത ഒരു പ്രകടനം തന്നെ ഇവിടെ നടന്നു. മുന്നിൽ കാണുന്നത് സൊഹാർ നഗരത്തിന്റെ അതിർത്തിയാണ്. സൊഹാർ ഗേറ്റ്. അത് കടന്നു. പിന്നെ ഹൈവേയിലേക്ക് കയറി. ഇനി 200 കിലോമീറ്റർ കൂടി പോകണം മസ്കറ്റിലെത്താൻ. ഏതാണ്ട് 2 മണിക്കൂറിന്റെ കാർ യാത്ര. ഉച്ച കഴിഞ്ഞ നേരമാണ്. പാതകൾ ഏറെക്കുറെ ഒഴിഞ്ഞുകിടക്കുന്നു. കൊടും ചൂടാണല്ലോ പുറത്ത്. സൊഹാറിന്റെ പ്രാന്തഭാഗങ്ങളാണ് ഇതെല്ലാം. ചിലയിടത്ത് കോട്ട പോലുള്ള ചില നിർമ്മിതികൾ കാണാം. പ്രാദേശിക ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളും മറ്റും പ്രവർത്തിക്കുന്ന ഇടമാണത്. പട്ടണം കഴിയുന്നതോടെ കൃഷിയിടങ്ങളുടെ കാഴ്ചയാവുന്നു. മതിൽക്കെട്ടിനകത്ത് ഈന്തപ്പനകൾ വളർന്നു നിൽക്കുന്നു. എല്ലാ ഗ്രാമത്തിലും ഒന്നിലേറെ മോസ്കുകളുണ്ട്. അതിന്റെ മിനാരങ്ങൾ അങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് യു ടേൺ എടുക്കാനും തിരിഞ്ഞു പോകാനുമൊക്കെയുള്ള പാതകൾ ഇടയ്ക്കിടെ തലയ്ക്ക് മുകളിൽ കാണാം. ഇപ്പോൾ ഞങ്ങൾ അൽ ബിദായ എന്നൊരു പ്രദേശത്തേക്കെത്തുന്നു. ഞങ്ങൾ 2 പേർക്കും നല്ല വിശപ്പുണ്ട്. രാവിലെ ജുമാ ഹാഷിം എന്ന അറബിയുടെ ഫാമിൽ നിന്ന് ഭക്ഷണം കഴിച്ചതാണ്. ഇവിടെ പാതയോരത്ത് കഫറ്റീരിയകൾ ധാരാളമുണ്ടാകും. പക്ഷേ 2 മണി കഴിഞ്ഞ നേരമായതുകൊണ്ട് എല്ലാം അടച്ചിരിക്കുകയാണ്. ഇവിടെയുമുണ്ട് പുരാതന കോട്ട പോലെയുള്ള ഒരു നിർമ്മിതി. ആധുനിക കാലത്ത് പണിത കോട്ട തന്നെയാണിത്. വഴിയിൽ കാണുന്നതെല്ലാം വലിയ വിലയുള്ള ഗംഭീര കാറുകളാണ്. നിസാന്റെയും ടൊയോട്ടോയുടെയും ഒക്കെ പ്രീമിയം SUVകൾ. ലോകത്ത് സമ്പന്നരെല്ലാം SUVയിലേക്ക് മാറിക്കഴിഞ്ഞു. കേരളത്തിൽ ആദ്യകാലത്ത് സെഡാനുകളായിരുന്നല്ലോ തരംഗം. ഇപ്പോൾ അത് മാറിത്തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ സുവൈക്ക് എന്നൊരു വിലായത്തിലേക്ക് കയറി. അൽ ബത്തീന നോർത്ത് ഗവർണറേറ്റിലെ ഒരു പ്രവിശ്യയാണ് സുവൈക്ക്. ഇവിടെ വഴിയരികിൽ കുറെ കാറുകൾ നിരത്തിയിട്ടിരിക്കുന്നു. മുഹമ്മദ് അൽ സാദിയുടെ കാർ ഷോറൂമാണിത്. അതൊരു അത്ഭുതമായി. 100 കണക്കിന് കാറുകൾ. ചെറിയ വിലയുള്ള കാറുകളൊന്നുമല്ല. ടൊയോട്ട ലാൻഡ് ക്രൂസറാണ് ഈ നിരന്നു കിടക്കുന്നത് മുഴുവൻ.
ഏറ്റവും പുതിയ മോഡൽ. ഇത് സെക്കൻഡ് ഹാൻഡ് കാറുകളാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. ടൊയോട്ടയുടേത് മാത്രമല്ല, നിസാൻ പെട്രോൾ ഉൾപ്പെടെയുള്ള കാറുകളും കിടപ്പുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ 2 കോടിയൊക്കെ വില വരുന്നവയാണ്. ജട്ടൂർ എന്ന ചൈനീസ് SUVകളുമുണ്ട്. ഇതിപ്പോൾ അറബി നാടുകളിലെല്ലാം വലിയ തരംഗമായിരിക്കുകയാണ്. ലാൻഡ് ക്രൂസറിന്റെയും നിസാൻ പെട്രോളിന്റെയും ഒക്കെ പല മടങ്ങ് ഫീച്ചറുകൾ ഉള്ളതും എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ വിലയുള്ളതുമായ കാറാണ് ജട്ടൂർ. അതിങ്ങനെ അറബി നാടുകളെല്ലാം പിടിച്ചടക്കുകയാണിപ്പോൾ. എന്നാൽ ലാൻഡ് ക്രൂസറിന് ഇപ്പോഴും നല്ല ഡിമാൻഡുണ്ട്. ലാൻഡ് ക്രൂസറാണ് ഈ കിടക്കുന്നതൊക്കെ. പുത്തൻ കാറുകൾ പൊടിക്കാറ്റുമേറ്റ് പാതയോരത്തങ്ങനെ നിരന്നു കിടക്കുന്നത് ഒരു പുതിയ കാഴ്ചയാവുന്നു. ഇവിടെ കിടക്കുന്നത് യൂസ്ഡ് കാറാണ്. സൗദ് ബഹ്വാൻ എന്ന കമ്പനിക്കാണ് ഒമാനിൽ മൊത്തം ടൊയോട്ടയുടെ ഡീലർഷിപ്പ്. മറ്റു സ്ഥാപനങ്ങൾ പുത്തൻ കാർ വിൽക്കുന്നത് എങ്ങനെയെന്നായി സംശയം. ബഹ്വാന്റെ അനുമതിയോടെ ഇവരും ഇമ്പോർട്ട് ചെയ്ത് വിൽക്കുന്നതാവാം. മുഹമ്മദ് അൽസാദിയൊക്കെ പോലെയുള്ള പല കമ്പനികൾ അങ്ങനെ കച്ചവടം ചെയ്യുന്നു. ഗൾഫ് മേഖലയിൽ ഏറ്റവും അധികം വിൽക്കുന്ന വാഹന ബ്രാൻഡുകൾ ടൊയോട്ടയും നിസാനുമാണ്. അതിൽ തന്നെ ടൊയോട്ടയാണ് മുന്നിൽ. എന്നാൽ ഇപ്പോൾ നിരവധി ചൈനീസ് കമ്പനികളുടെ കാറുകളും വരുന്നുണ്ട്. പല പല കാർ ഷോറൂമുകളാണ് ഇവിടെയുള്ളത്. നിരന്നു കിടക്കുന്നതാവട്ടെ ബ്രാൻഡ് ന്യൂ കാറുകളുമാണ്. വീണ്ടും ജട്ടൂറിന്റെ വണ്ടികൾ. വഴിയോരത്തിങ്ങനെ ഇത്രയേറെ കാറുകൾ നിരന്നു കിടക്കുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അബ്ദുൽ ഹമീദ് അൽ സാദി എന്ന ഡീലറുടെ ഷോറൂമാണിത്. അങ്ങനെ പല പല ഡീലർമാരുണ്ട്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന നിലയിൽ കിലോമീറ്ററുകളോളം ഇതാണ് കാഴ്ച. വലിയൊരു പ്രദേശം മുഴുവൻ കാറുകൾ നിരന്നു കിടക്കുന്നു. ഇപ്പോൾ ഈ കാണുന്നത് യൂസ്ഡ് കാറുകളാണ്. ബ്രാൻഡ് ന്യൂ കാറുകളുടെയും യൂസ്ഡ് കാറുകളുടെയും ഷോറൂമുകളുണ്ട്. അവിടവും പിന്നിട്ടു. രസകരമായൊരു കാഴ്ച തന്നെയായിരുന്നു കാറുകളുടേത്. ഇപ്പോൾ ഞങ്ങൾ ബില്ല എന്ന പ്രദേശത്തേക്ക് എത്തി. ബർഖ എന്ന വലിയൊരു പട്ടണത്തിന്റെ സമീപ പ്രദേശമാണ് ബില്ല. അങ്ങനെ പോകവേ തുറന്നിരിക്കുന്ന ഒരു റെസ്റ്റോറന്റ് കണ്ടു. കറക്റ്റ് ടീ എന്ന് ബോർഡുള്ള ഒരു കട. ഈ വഴിയോര കടകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വാഹനത്തിൽ ഇരുന്നാൽ മതി. ഇങ്ങനെ കുറെ പേർ എപ്പോഴും കടയുടെ മുൻപിൽ നിൽപ്പുണ്ടാകും. അവർ വന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ ആവശ്യമുള്ളത് ഓർഡർ ചെയ്താൽ അവർ തന്നെ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് തരും. കടയ്ക്കകത്ത് കയറേണ്ട. എങ്കിലും ഞങ്ങൾ ഇറങ്ങിച്ചെന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഇവിടെ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്നറിയണം. ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത് മുഴുവൻ മലയാളികളാണ്. മലയാളികളുടേത് തന്നെയാണ് കട. നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ചില്ലുകൂട്ടിലുള്ളതാവട്ടെ നമ്മുടെ മലയാളി പലഹാരങ്ങൾ തന്നെ. ഉള്ളിവടയും സമൂസയും ഉണ്ടംപൊരിയും ഒക്കെയുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ഖാദർ എന്നാണ്. തൃശൂർ ചാലക്കുടി സ്വദേശി. 30 വർഷമായി ഒമാനിലുണ്ട് ഖാദർ. അതിൽ 20 വർഷമായി ഇവിടെ ബില്ലയിലാണ്. 2 കടകളാണുള്ളത്. ഒരു റെസ്റ്റോറന്റും പിന്നെ ഈ കഫറ്റീരിയയും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് കഫറ്റീരിയ. ഇതിന് തൊട്ടപ്പുറത്തു തന്നെയാണ് റെസ്റ്റോറന്റ്. ഇവർ 3 പാർട്ട്ണർമാർ ചേർന്നാണ് കച്ചവടം. 17 സ്റ്റാഫുമുണ്ട്. കച്ചവടം ലാഭകരമായി മുന്നോട്ടു പോകുന്നുണ്ടെന്നാണ് ഖാദർ പറഞ്ഞത്. മലയാളികളുടെ ഒരു സ്നേഹവും ആതിഥ്യ മര്യാദയുമെല്ലാം ലോകത്ത് മലയാളിയുള്ള എവിടെ ചെന്നാലും ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. ഇവിടെയും അതുതന്നെ സംഭവിച്ചു. കച്ചവടത്തെപ്പറ്റിയും തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിനെ കുറിച്ചുമെല്ലാം ഖാദർ പറഞ്ഞു. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് പാചകക്കാർ. ഒമാനി റഗാഗാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ രാവിലെ ജുമാ ഹാഷിമിന്റെ സൽക്കാരത്തിനിടെ റഗാഗ് കഴിച്ചിരുന്നു. അതുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഗോതമ്പ് മാവും മൈദയും കൂടി ചേർത്ത് കുറച്ച് പശിമയുള്ളതാക്കുന്നു. അതെന്നിട്ട് ഒരു പ്രത്യേക കല്ലിൽ ഇങ്ങനെ പരത്തും. അതിനു മീതെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കും. റഗാഗിൽ മുട്ട ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഒരു മുട്ട കൂടി അതിന്മേൽ പരത്തിക്കഴിഞ്ഞാൽ മറ്റൊരു രുചിയാവും. പ്രോട്ടീൻ കൂടി ചേർത്ത ഒരു കനപ്പെട്ട ഭക്ഷണമായി റഗാഗ് മാറുകയും ചെയ്യും. വളരെ നേർത്തതായാണ് കല്ലിൽ പരത്തുന്നത്. ആദ്യം നമ്മുടെ നെയ്റോസ്റ്റ് കനത്തിൽ മാവ്, അതിനു മീതെ മുട്ടയും തേച്ചു പിടിപ്പിക്കുന്നു. ഒമാനി ബ്രെഡ് എന്നറിയപ്പെടുന്നതാണ് റഗാഗ്. ഗൾഫ് നാടുകളിലെ ഒരു പ്രധാന ഭക്ഷണമാണിത്. പെട്ടെന്ന് തന്നെ ഇത് നെയ്റോസ്റ്റ് പോലെ കല്ലിൽ നിന്നും പൊളിച്ചെടുക്കാം. അതങ്ങനെ മടക്കി വയ്ക്കുന്നു. അടുത്തതായി ചീസാണ് പുരട്ടുന്നത്. കുഴമ്പ് പരുവത്തിലുള്ള ചീസ്.
അത് റഗാഗിന്റെ ഒരു വശത്ത് നന്നായി തേച്ചു പിടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള റഗാഗിൽ പലതരം ചേരുവകൾ ചേർക്കാം, ന്യൂട്ടല്ല പോലുള്ള പേസ്റ്റുകൾ വരെ. ഇവിടെ തേനാണ് ഒഴിച്ചത്. എന്നിട്ട് റഗാഗിനെ ഒന്നുകൂടി മടക്കി. സംഗതി റെഡി. പിന്നെ ബട്ടർ പേപ്പറിൽ വെച്ച് അതിനെ ചെറു കഷ്ണങ്ങളാക്കി. ഞങ്ങൾ അതാണ് കഴിച്ചത്. അത് 2 പ്ലേറ്റ് വാങ്ങി, മധുരമുള്ളതും മധുരമില്ലാത്തതും. സംഗതി ഗംഭീരമെന്ന് ഡോക്ടറും സാക്ഷ്യപ്പെടുത്തി. ചീസും തേനുമെല്ലാം ചേർന്ന രുചി. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്. ചായയും റഗാഗുമൊക്കെ യഥേഷ്ടം കഴിച്ച ശേഷം പണം നൽകാൻ നോക്കുമ്പോൾ ഖാദർ വാങ്ങുന്നില്ല. സഞ്ചാരത്തോടും സഫാരിയോടുമുള്ള സ്നേഹം. പോകുന്ന വഴിക്ക് കഴിക്കാൻ കുറച്ച് പലഹാരം പൊതിഞ്ഞുകിട്ടി തന്നിട്ടാണ് ആ നല്ല സുഹൃത്ത് ഞങ്ങളെ യാത്രയാക്കുന്നത്. കടയിൽ ജോലി ചെയ്യുന്ന മറ്റു മലയാളി സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞു. ഇവിടുത്തെ ജോലിക്കാരിൽ പകുതിയിലധികം പേരും മലയാളികളാണ്. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വിശപ്പെല്ലാം മാറി, ഒരു സുഖമായി. അടുത്തതായി ബർക്ക എന്ന പട്ടണത്തിലേക്ക് എത്തണം. ബില്ലയിൽ നിന്നും ഏതാനും കിലോമീറ്റർ ഓടിയപ്പോഴേക്കും ബർക്കയിലെത്തി. ബർക്ക പട്ടണത്തിൽ ഞങ്ങൾക്കൊന്ന് കയറണം. ഇവിടെ ഡോക്ടർ ഷാഫിയുടെ ഒരു സുഹൃത്ത് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ചില കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇവിടെ ഒമാനി ഹലുവയുണ്ടാക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. 1 നൂറ്റാണ്ടിലേറെയായി പാരമ്പര്യ രീതിയിൽ ഒമാനി ഹലുവയുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം. അതൊന്ന് കാണാം. ഒമാനി ഹലുവയുടെ വൈവിധ്യവും രുചിയും അറിയാം. ബർക്ക പട്ടണമാണിത്. അത്യാവശ്യം വലിയൊരു പട്ടണം. 1,30,000 ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ. ബർക്ക ഫാക്ടറി ഫോർ ഒമാനി ഹൽവ എന്ന ബോർഡ് വെച്ച ഗേറ്റ് കടന്ന് ഒരു കോമ്പൗണ്ടിനകത്തേക്ക് വണ്ടി കയറി ചെന്നു. പല പല കെട്ടിടങ്ങളുള്ള വലിയൊരു കോംപ്ലക്സ് ആണ്. ഒരു ട്രഡീഷണൽ കുടുംബമാണ് ഇവിടെ ഹൽവ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി സമ്പന്നരായ ആളുകളാണ്. ബർക്ക ഫാക്ടറി ഫോർ ഒമാനി ഹൽവ എന്ന വലിയൊരു പ്രസ്ഥാനം. അതിനു മുന്നിൽ ഞങ്ങൾ കാർ നിർത്തിയിറങ്ങി. ഇതാണ് ഡോക്ടർ ഷാഫിയുടെ സുഹൃത്ത്, ഡോക്ടർ യൂസഫ് അൽ വഹായിബി. ഒമാനി ഭരണകൂടത്തിന്റെ മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്തിരുന്നയാളാണ് ഡോക്ടർ വഹായിബി. ഇപ്പോൾ സ്വന്തമായി എക്സ്പോർട്ട് ബിസിനസ് നടത്തുകയാണ്. ഫിഷ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിദേശങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി സ്വന്തമായി നടത്തുന്നു. ഞങ്ങൾ ഡോക്ടർ വഹായിബിയുമായി കുറച്ചുനേരം സംസാരിച്ചു നിന്നു. അദ്ദേഹം വന്ന വാഹനമാണിത്. റാം എന്നെഴുതിയ ഒരു പിക്കപ്പ് ട്രക്ക്. എനിക്കിതിഷ്ടപ്പെട്ടു. എല്ലാ ഫീച്ചേഴ്സുമുള്ള മോഡേൺ വാഹനം. സ്റ്റെല്ലാൻഡിസ് നോർത്ത് അമേരിക്ക കമ്പനി പുറത്തിറക്കുന്നതാണ് റാം ട്രക്കുകൾ. 2018 നിർമ്മാണം തുടങ്ങിയ റാം പിക്കപ്പ് ട്രക്കുകളുടെ 5ാം ജനറേഷനിലെ ഏറ്റവും പുതിയ മോഡലാണിത്, റാം ലാറാമി. ഞാനതിങ്ങനെ കണ്ടു നിൽക്കെ ഒരാൾ വന്നു. ഇദ്ദേഹമാണ് ഹൽവ ഫാക്ടറിയുടെ ഉടമസ്ഥൻ. അദ്ദേഹം വന്ന് ഡോക്ടർ ഷാഫിയോട് കുശലം പറഞ്ഞു. ഇവിടെ ഞാൻ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒമാനികളുടെ സ്നേഹവും സൗഹൃദവുമൊക്കെ ഒന്ന് വേറെയാണ്. സുഹൃത്തുക്കളായ 2 ഒമാനികൾ തമ്മിൽ കാണുമ്പോൾ അതൊന്നുകൂടി വർദ്ധിക്കും. ചുംബനത്തോടെയാണ് അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് തന്നെ. കണ്ടുമുട്ടുമ്പോഴും യാത്രയാവുമ്പോഴുമെല്ലാം ഈ ആലിംഗനവും ചുംബനവും പതിവാണ്. 2 കവിളുകളും പരസ്പരം മുട്ടിക്കുന്നു. വന്ന കാര്യത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് കുറെ നേരം വീട്ടുവിശേഷവും നാട്ടുവിശേഷവും സുഖാന്വേഷണവുമെല്ലാമായി അങ്ങനെ നിൽക്കും. ആചാരപരമെന്ന് തോന്നുന്ന ഈ സൗഹൃദ സംഭാഷണം കഴിഞ്ഞ ശേഷമേ കാര്യത്തിലേക്ക് കടക്കൂ. അങ്ങനെ ഞങ്ങൾ വിഷയത്തിലേക്ക് കടന്നു. ഞങ്ങൾ ഹൽവ ഫാക്ടറി കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ഉടമ ഞങ്ങളെ കൂട്ടി കെട്ടിടത്തിനകത്തേക്ക് നടന്നു. പക്ഷേ ഹൽവ ഫാക്ടറിയിൽ ഇപ്പോൾ കയറി ഷൂട്ട് ചെയ്യാവുന്ന ഒരു സമയമല്ല. ഉച്ച കഴിഞ്ഞ നേരത്ത് പണി നടക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കണം. എങ്കിലും ഹൽവകൾ കാണാം, അതിന്റെ സാമ്പിൾ രുചിക്കാം. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ടേബിളിൽ പലതരം ഹൽവകൾ നിരത്തിവെച്ചിട്ടുണ്ട്. ഹൽവയുടെ സുൽത്താൻമാരാണ് ഒമാനികൾ. പല ഫ്ലേവറിലും നിറങ്ങളിലുമുള്ള ഹൽവയുണ്ട് ഇവിടെ. മഞ്ഞ നിറമുള്ള സഫ്രോൺ ഹൽവ,
ബ്ലാക്ക്, ഹണി, മിൽക്കി എന്നിങ്ങനെ പലതരം. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ അല്പം കട്ടിയുള്ള ഹൽവയല്ല. അതുകൊണ്ട് തന്നെ മുറിച്ചെടുത്തല്ല കഴിക്കുന്നത്. പാത്രത്തിൽ നിന്ന് സ്പൂണുകൊണ്ട് കോരി കഴിക്കാം. ഇതാണ് യഥാർത്ഥ ഹൽവ എന്നാണ് പറയുക. ഇവിടുത്തെ ഹൽവയുടെ സവിശേഷതകളാണ് ഇദ്ദേഹം പറയുന്നത്. വൈറ്റ് ഹൽവയും യെല്ലോ ഹൽവയും ബ്ലാക്ക് ഹൽവയുമുണ്ട്. ഞങ്ങൾ അതെല്ലാം രുചിച്ചു നോക്കി. പാത്രങ്ങളിൽ സാമ്പിൾ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എത്ര വേണമെങ്കിലും കഴിക്കാം. അസാമാന്യ രുചിയാണ്. കുറച്ചുനേരം ഞങ്ങൾ ആ മേശയ്ക്ക് ചുറ്റുമിരുന്നു. ഹൽവ ഫാക്ടറിയുടെ അകം ഷൂട്ട് ചെയ്യാൻ കഴിയാത്തതിന്റെ ഒരു സങ്കടം എനിക്കുണ്ട്. ഗാവ എന്ന് പറയുന്ന ട്രഡീഷണൽ കാപ്പിയുമെത്തി. ഗാവ കാപ്പി ആചാരത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി നേരെ മസ്കറ്റ് പട്ടണത്തിലേക്ക് പോവുകയാണ്, ഒമാന്റെ തലസ്ഥാന നഗരിയിലേക്ക്. മസ്കറ്റിന്റെ വൈകുന്നേരത്തെ കാഴ്ചകൾ പകർത്തണം. ഇനി ഒരു 65 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. കഷ്ടിച്ച് 1 മണിക്കൂറിന്റെ യാത്ര. ഡോക്ടർ യൂസഫ് അൽ വഹാബിയും ഞങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് മാത്രമല്ല, നാളെയും മറ്റന്നാളും യൂസഫ് ഞങ്ങളോടൊപ്പം ഉണ്ടാകും. എന്നെ ഒമാനിലെ ഇനിയുള്ള പല കാഴ്ചകളിലേക്കും കൊണ്ടുപോവുക യൂസഫാണ്. നാട്ടുകാരനായ ഒരാൾ കൂടെയുണ്ടെങ്കിൽ ഇവിടുത്തെ ജീവിതവും സംസ്കാരവുമൊക്കെ അടുത്തറിയാനാവും. അതുകൊണ്ട് ഡോക്ടർ ഷാഫി പ്രത്യേകം അറേഞ്ച് ചെയ്തതാണ് യൂസഫിനെ. ഞങ്ങൾ മസ്കറ്റിലെത്തി. ഇവിടുത്തെ പ്രസിദ്ധമായ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കാണ് ആ കാണുന്നത്. പണ്ട് ഞാൻ മസ്കറ്റിൽ വന്നപ്പോൾ ആ മോസ്ക് ഷൂട്ട് ചെയ്തത് ഓർക്കുന്നുണ്ട്. ഒരു 18 കൊല്ലം മുൻപായിരുന്നു അത്. ഗംഭീരമായൊരു മോസ്ക്. ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സുന്ദരമായ മോസ്ക് ഇതായിരുന്നു. 2001 സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിന്റെ നിർമ്മാണം പൂർത്തിയായത്. മസ്കറ്റ് എയർപോർട്ടിൽ നിന്നും സിറ്റിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇതിന്റെ സ്ഥാനം. ബർക്ക കഴിഞ്ഞാൽ ഉടനെ തന്നെ എയർപോർട്ടായിരുന്നു. അവിടം പിന്നിട്ട് ഞങ്ങൾ ഏറെ ദൂരം പോന്നു കഴിഞ്ഞു. അങ്ങനെ മസ്കറ്റ് സിറ്റിയിലേക്ക് കയറിയിരിക്കുന്നു. ഒമാന്റെ തലസ്ഥാനവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനം വസിക്കുന്നതുമായ നഗരം. 17,20,000 ആളുകളുണ്ട് ഈ നഗരത്തിൽ. അതിന്റെ വലിയൊരു ശതമാനവും പ്രവാസികളാണ്. അതിൽ തന്നെ 2.5 ലക്ഷത്തിലധികം മലയാളികളുമുണ്ട്. 1000 വർഷം മുൻപ് മുതൽ തന്നെ ജനവാസമുണ്ടായിരുന്ന പ്രദേശമാണ് ഇന്നത്തെ മസ്കറ്റ്. 4000 വർഷം മുൻപ് തന്നെ ഇന്ത്യൻ പ്രദേശങ്ങളുമായി വാണിജ്യ ബന്ധമുണ്ടായിരുന്ന നാട്. സിന്ധു നദീതട സംസ്കാരകാലത്ത് ഹാരപ്പായിൽ ഉണ്ടായിരുന്ന തരം മൺപാത്രങ്ങളും മറ്റും പുരാവസ്തു ഗവേഷകർ മസ്കറ്റിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇരു നാടുകളും തമ്മിൽ അന്നുണ്ടായിരുന്ന ബന്ധത്തിന്റെ സൂചനകളാണത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടൽ കടന്ന് കേരളത്തിലേക്ക് കച്ചവടത്തിന് വന്നുകൊണ്ടിരുന്ന അറബികളിൽ വലിയൊരു ശതമാനവും ഒമാനികളാണ്. ഈ മസ്കറ്റിന് ഞാൻ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. പുതിയ കാലത്ത് അമ്പരചുംബികളില്ലാത്ത ഒരു ഗൾഫ് നഗരം മസ്കറ്റ് ആയിരിക്കും. ഇക്കാണുന്നത് ഇവിടുത്തെ ഓപ്പറ ഹൗസ് ആണ്. മസ്കറ്റ് ഓപ്പറ ഹൗസ്. അൽ വാത്തിയ എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. 3500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരമാണ് മസ്കറ്റ്. ഇവിടെ 6-8 നിലകളുള്ള കെട്ടിടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ആകാശത്തേക്ക് കെട്ടിടം പണിയേണ്ട കാര്യമില്ല. നിരത്തിപ്പണിയാം എന്നാണ് ഇവിടുത്തെ ഭരണാധികാരികൾ പറയുന്നത് തന്നെ. ഇഷ്ടം പോലെ ഭൂമിയുള്ളപ്പോൾ എന്തിന് ആകാശത്തേക്ക് കെട്ടിടം പണിയണം എന്നാണ് ചോദ്യം. മസ്കറ്റിന്റെ പല ഭാഗങ്ങളും നേരത്തെ കണ്ട ഹത്ത പ്രദേശം പോലെ പർവ്വത ഭാഗങ്ങളാണ്. പർവ്വതത്തിനിടയിലുള്ള ഒരു നഗരമാണ് മസ്കറ്റ് എന്ന് പറയാം. പലയിടത്തും മലനിരകൾ വെട്ടിയിറക്കിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കടലും മലനിരകളും കൂടി ചേരുന്നതിനിടയിലെ ഒരു ഭൂപ്രദേശം. ഒരു വശത്ത് കടൽ തീരമാണ്, ഇടയ്ക്ക് മലമുടികൾ. ഇവിടെ പുൽത്തകിടിയും ചെറുചെടികളും പിടിപ്പിച്ച് സുന്ദരമാക്കിയ ഒരു ഭാഗമുണ്ട്. അതിനോട് ചേർന്ന് മസ്കറ്റ് നഗര കവാടം. ഇപ്പോൾ മത്ര ഏരിയയിലേക്കാണ് എത്തുന്നത്. മസ്കറ്റിന്റെ ഒരു തുറമുഖ ഭാഗമാണ് മത്ര, നഗരത്തിന്റെ പഴയ ഭാഗം. ഒമാനിലെ എണ്ണയുടെ കണ്ടെത്തലിന് മുൻപ് മസ്കറ്റിന്റെ വാണിജ്യ സ്ഥിരാകേന്ദ്രം മത്രയായിരുന്നു. മേഖലയിലെ ഏറ്റവും വലിയ തുറമുഖമുണ്ടായിരുന്നതും മത്രയിലാണ്. വാണിജ്യത്തിലൂടെ വളർന്ന നഗരമാണ് മസ്കറ്റ്. ഇവിടെ നിന്നും ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും വിവിധ നഗരങ്ങളിലേക്ക് കച്ചവടത്തിനായി 10 മാരികൾ നീങ്ങിയിരുന്ന ഒരു കാലമുണ്ട്. കേരളത്തിന്റെ തീരത്തേക്ക് വരെ അവ വന്നെത്തിയിരുന്നു. പേർഷ്യൻ ഗൾഫിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനുമിടയിലുള്ള പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ് ഇപ്പോഴും മസ്കറ്റ്.
മത്ര കോർണിഷിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ട്രഡീഷണൽ ശൈലിയിലുള്ള നിർമ്മിതികൾ കൊണ്ട് വഴിയോരങ്ങളെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയും ഭംഗിയും ഇത്തരം അറബ് നഗരങ്ങളുടെയൊക്കെ പ്രത്യേകതയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. മത്ര കോർണിഷിലേക്ക് വണ്ടി എത്തിയിരിക്കുന്നു. ഇവിടേക്ക് കടൽ ഇങ്ങനെ കയറിക്കിടക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പത്തേമാരികളും പായ്ക്കപ്പലുകളും അടുത്തിരുന്ന ഒരു തുറമുഖ ഭാഗം. മസ്കറ്റിൽ മത്രയിൽ തന്നെ നിരവധി കാഴ്ചകളുണ്ട്. മത്ര സൂക്ക് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കാഴ്ചകൾ. ആ കാഴ്ചകളിലേക്കും അവിടുത്തെ ജീവിതങ്ങളിലേക്കും ഈ വൈകുന്നേരം പോകാനാണ് തീരുമാനം. അതിനു മുൻപായി മത്ര കോർണിഷിൽ അല്പനേരം ഞങ്ങൾ നിന്നു.